അപ്പൊ അയാളെ സബ് കോൺഷ്യസ് പറയും, ഇതാ ഇരിക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട ആൾ, എന്നെ പോലെ ഒരാൾ. ഐശ്വര്യ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഒരാള് ഐശ്വര്യ ആണെങ്കിൽ ഐശ്വര്യ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർ കേൾക്കണമെന്നാണ് ആണല്ലോ ഈ പറയുന്ന എല്ലാ മനുഷ്യരുടെയും ഉദ്ദേശം. അതെ. അപ്പൊ ഞാൻ അത് എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങ് കേട്ടിരുന്നാ പോരെ? നിങ്ങൾ ഒരു സ്റ്റേജിൽ നോക്കൂ, നല്ലൊരു പ്രസംഗകൻ പ്രാസംഗികൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു നല്ല ശ്രോതാവിനെ ഇവരിങ്ങനെ ഐഡന്റിഫൈ ചെയ്യും. നല്ല പ്രാസംഗികന്റെ പരിപാടി എന്താണെന്നറിയോ? സ്റ്റേജിൽ ഇരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അവർ സെലക്ട് ചെയ്യും. എന്താണ്? അനുകൂലമായ ശ്രദ്ധ നോക്കിക്കൊണ്ട് അവരിങ്ങനെ നിന്നിട്ട് തലകൊണ്ടിങ്ങനെ, ഇത് പ്രോത്സാഹനമാണ്. ഇതാണ് പ്രോത്സാഹനം. കറക്റ്റ്. എല്ലാ എക്സ്പ്രഷൻ കണ്ണിലൂടെയും ചുണ്ടിലൂടെയും മുഖത്തൂടെയൊക്കെ മുഖം കൊണ്ട് ഇവരിങ്ങനെ കാണിക്കും. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അതായത് പാരലൽ ടോക്ക് നടത്തിക്കൊണ്ടിരിക്കും, നമ്മള് തിരിച്ച് മറുപടി പറയുമ്പോഴത്തേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് മറുപടി പറയാൻ വേണ്ടി കേട്ടു. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി മാത്രം കേട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ച് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? അല്ല, അങ്ങനെ പാരലൽ ടോക്ക് നടത്തിക്കൊണ്ട് മറുപടി പറയാനിരിക്കുന്ന ആളുകളല്ലേ ആ ആളുകളെ ഡീൽ ചെയ്യുന്നത് മനസ്സിലായി. നല്ല കമ്മ്യൂണിക്കേറ്റർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടും. അയാളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞതിലുണ്ടല്ലോ, തൊട്ടുമ്പോ പറഞ്ഞ വാക്കിൽ, അല്ല, ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം എനിക്കിത് മനസ്സിലാവില്ല, ഞാൻ അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും, ഇതിനെ നിൽക്കുന്ന ആള് ശ്രദ്ധിക്കുന്നുണ്ടോ, ഇത് അവര് ചില പറയുന്ന മറുപടി എന്നായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇവര് മറുപടി പറയാൻ വേണ്ടിട്ട് മാത്രമാണ് ഇത് കേട്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഓ വേണ്ട, ഇവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു കാര്യം അവരറിയുകയും വേണം, ഈ ഒരു കാര്യം അവരെ അറിയിക്കുകയും വേണം, അല്ലെ? അതാണല്ലോ പ്രധാനം. സാധാരണഗതിയിൽ ആളുകൾ എന്താണ്, നമ്മുടെ ഈർഷ, നമ്മുടെ ദേഷ്യം, ഇഷ്ടക്കേട് അവരോട് പറയുക, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയായില്ല എന്നല്ലേ പറയാ. അത് ഒരു അഗ്രസീവ് നേച്ചർ അല്ലേ? കുറച്ചുകൂടെ നമുക്ക് അസേർട്ടീവായിട്ട് വളരെ മൃദു സ്വഭാവത്തിൽ നമുക്ക് ഇതെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? ഐശ്വര്യ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഒരാള് ഐശ്വര്യ ആണെങ്കിൽ ഐശ്വര്യ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർ കേൾക്കണമെന്നാണ് ആണല്ലോ ഈ പറയുന്ന എല്ലാ മനുഷ്യരുടെയും ഉദ്ദേശം. അതെ. അപ്പൊ ഞാൻ അത് എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങ് കേട്ടിരുന്നാ പോരെ? കേട്ടിരുന്ന എന്ത് സംഭവിക്കും? എനിക്ക് പറയാനുള്ള മുഴുവൻ ഇയാൾ കേട്ടല്ലോ. അപ്പൊ എന്റെ താല്പര്യം എന്താണ്? എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമായിരിക്കും, സ്വാഭാവികമാണ്. മനസ്സിലായോ? അപ്പൊ അയാളുടെ ആ ഒരു ഐഡിയയുടെ മുന അങ്ങ് ഒടിഞ്ഞു പോകും. ഇയാളെന്നെ കേട്ടിരിക്കുകയാണ്, മനഃപൂർവ്വം നമ്മൾ കേൾക്കുകയല്ല, പാരലൽ ടോക്കും ഇല്ല, പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുകയാണ്. കേട്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാവും, നമുക്കൊരു അടുപ്പം ഉണ്ടാവുന്നു എന്നാണ്. അതുകൊണ്ട് അയാൾ പെട്ടെന്ന് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് പറയും? അതായത് ഈ നമ്മള് സംസാരിച്ചു കഴിഞ്ഞിട്ട് അവരൊരു മറുപടി പറയാൻ വേണ്ടി ഇതെല്ലാം കേട്ടിരുന്നിട്ട് ആ പറയുന്നത് കംപ്ലീറ്റ് നമ്മള് ഒരു മുൻവിധിയോടുകൂടി അല്ലാതെ നമ്മൾ കേട്ടിരിക്കുമ്പോ പിന്നെ നമ്മൾ പറയുന്ന അയാൾ കേട്ടിരിക്കും. മനസ്സിലായോ? ഇതെല്ലാവരുടെ അടുത്തും നമുക്ക് നടക്കൂ. അല്ല, ഇത് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഐശ്വര്യ അങ്ങനെ ഒരാളുടെ മുന്നിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അയാൾ പറയുന്ന മുഴുവൻ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറയുമായിരിക്കും, ഓ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, പറയുന്ന ആളുകൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്തത്തില്ല എന്ന് പറയും. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളത് കേട്ടുകൊണ്ടിരുന്നാൽ കുറച്ചേരം ഒരു പരിധിയുണ്ട് ഇതിന്. ഒരാൾക്കൊരു ആശയം അവതരിപ്പിക്കാനുണ്ട്. എല്ലാ മനുഷ്യനും എനിക്ക് ഈ ലോകത്തോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ്. ആ അവതരിപ്പിക്കാനുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു തന്നെ 10 or 100 പ്രാവശ്യം ഇങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനൊന്നും ഒരാൾക്ക് പറ്റില്ലല്ലോ. അങ്ങനെ പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് അയാൾ അത് പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ ആശ്വാസമായി അയാളുടെ ഉള്ളിലൊരു ആശ്വാസമുണ്ട്, പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. മറ്റ് അയാളെ പറയാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മളും അയാളും ഒരേ അവസ്ഥയിലാണ്. മിക്കവാറും ആൾക്കാർ തമ്മിൽ ഈ കോൺഫ്ലിക്റ്റ് ഡിബേറ്റ് നടക്കുന്നുണ്ട്, ഉള്ളിലും പുറത്തും. വാക്കുകൾ കൊണ്ടുള്ള ഡിബേറ്റ്, അകത്തുള്ള പാരലൽ ടോക്ക് സംബന്ധമായിട്ട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഈ ഏറ്റുമുട്ടൽ എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പരസ്പരം, അതാണ് ലാറി കിങ്ങിന്റെ വാക്ക്, ആളുകൾ പരസ്പരം സംസാരിക്കാനായി വഴക്ക് കൂടുകയാണ്. ഇപ്പം ഈ പറഞ്ഞതിനകത്തിൽ തന്നെ ചില ആൾക്കാരുണ്ട്, അവര് പറയും, ഇപ്പൊ നമ്മളിനി എത്ര പറഞ്ഞു കൊടുക്കും, ഈ പറയുന്നത് നമ്മൾ കേട്ടിരുന്നാലും എല്ലാം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞത് തന്നെയാണ് അവസാനം ശരി എന്ന് അവർക്ക് ഉറപ്പിക്കണം. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് ശരി എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരോട് നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ ഒരു പേഴ്സന്റെ ടൈപ്പാണത്. അഗ്രസീവ് നേച്ചറുള്ള ആളുകളാണ്. ഞാൻ മാത്രമാണ് ശരി, മറ്റുള്ളവർ ആരും ശരിയല്ല. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ആ ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കി എങ്ങനെ പുറത്തെടുക്കാൻ പറ്റും? അങ്ങനെയുള്ള ആൾക്കാരോട് ഇൻ കേസ് നമുക്ക് സംസാരിക്കാൻ, അത്തരം ആളുകളോട് പരമാവധി കോൺവെർസേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ആക്സിഡന്റലി ഇപ്പൊ ചിലപ്പോ വർക്ക് സ്പേസിലൊക്കെ നമുക്ക് അങ്ങനെ
ഈ പറയുന്ന പോലെ ഈ കോൺവെർസേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അത് ചിലപ്പോൾ മാനേജർ ആയിരിക്കാം, നമ്മുടെ ടീമിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പൊ ഇവരോട് നമുക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരോട് സംസാരിച്ചാൽ അതെ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചു കൊടുത്തേക്കുക. അറിഞ്ഞുകൊണ്ട് അവിടെ ആരാ ജയിക്കുന്നത്, ആരാ തോക്കുന്നത്? അയാൾ ജയിക്കുന്നത് അയാൾ താൽക്കാലികമായി വിചാരിക്കുന്നതാണ്. ജയിക്കുന്നത് ആത്യന്തികമായിട്ട് നമ്മളാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒരു ക്രൂഷ്യൽ കോൺവെർസേഷനിൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോയെന്നും വരും. നമ്മൾ ഇപ്പൊ ആർഗ്യ ചെയ്യാൻ വേണ്ടി നിൽക്കുക, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചിലപ്പോൾ ഇഷ്ടക്കേടിന് പാത്രമാകും. അതല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അയാൾ കൊള്ളില്ല എന്ന് പറയും, ആ ജോലിക്ക് അയാൾ പറ്റില്ല എന്ന് പറയും, അല്ലേ? കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള ആളുകളൊക്കെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൈക്കോളജിക്കലി നന്നായി പഠിച്ച ആളുകളൊക്കെ അതിഗംഭീരമായ ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും. കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്ന ചില തലങ്ങളുണ്ട്. ആശയവിനിമയത്തിന്റെ അകത്ത് ഹിപ്നോട്ടിക് തലത്തിൽ വെച്ചിട്ടുള്ള ആശയവിനിമയ രീതികളൊക്കെ ഉണ്ട്. അപ്പൊ ഐശ്വര്യ ഒരു കൊള്ളാവുന്ന ഒരു പൊസിഷൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഐശ്വര്യയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നതിനിടയിൽ, ഞാനൊരു സെയിൽസ്മാനാണ്, ഞാൻ വന്ന് സംസാരിക്കുമ്പോൾ ഐശ്വര്യക്ക് എന്നെ അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പറ്റി എന്ന് വരില്ല. പക്ഷെ ഐശ്വര്യക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഐശ്വര്യയുടെ ഏത് ടൈപ്പായിട്ടുള്ള ആളാണ്, ഏത് ടൈപ്പാണ് ഐശ്വര്യയുടെ രീതി, എന്താണ്, എങ്ങനെയാണ് ഐശ്വര്യയുടെ സ്വഭാവ സവിശേഷതകൾ, ഏത് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ വാക്കുകളിൽ നിന്നും കീവേഡുകൾ ഞാൻ മനസ്സിലാക്കും. കീവേഡുകൾ, നമ്മൾ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്, വേർഡ് അനലൈസേഷനിലൂടെ ആ വാക്കുകളിലൂടെ നിങ്ങളുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഈ മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് ഇന്ന കാര്യങ്ങളിലാണ് താല്പര്യമുള്ളത്, ഇയാൾ കാണുന്നതാണ് ഇയാൾക്ക് ഇഷ്ടം, അയാൾക്ക് കേൾക്കുന്നതാണ് ഇഷ്ടം. പറയുമ്പോൾ ചിലപ്പോൾ പറയും, സാർ ഇത് കണ്ടിട്ടുണ്ടോ, ഞങ്ങളുടെ ബോർഡോ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരെന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, അവിടെ പോകുമ്പോൾ ഓഫീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് അയാൾ നിരന്തരമായി കേൾവിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ മനസ്സിലാക്കുക, ഇയാൾ കേൾവിയും ഓഡിറ്ററി പേഴ്സൺ ആണ്. അപ്പൊ അയാളോട് നമ്മൾ കേൾവിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേസമയം അയാളോട് കേൾവിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് പറയും, സാർ ഇത് കേട്ടിട്ടില്ല, ഞങ്ങളെ ഈ ജിങ്കിള് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ, ഞങ്ങളെ ഈ ഇതിനെക്കുറിച്ച് ഈ കമ്പനിയെ കുറിച്ച് വന്ന ഈ വീഡിയോയിൽ പറയുന്നത് സാറ് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു 3-4 വേർഡൊക്കെ വരുമ്പോഴത്തേക്ക്, കീവേഡുകൾ വരുമ്പോഴത്തേക്കും അയാൾക്ക് കണക്ട് ആവും. അപ്പൊ അയാളെ സബ് കോൺഷ്യസ് പറയും, ഇതാ ഇരിക്കുന്നു എനിക്ക് പ്രിയപ്പെട്ട ആൾ, എന്നെ പോലെ ഒരാൾ, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാൾ. അത് ഓഡിയോ എന്നുള്ളത് വിഷ്വൽ ആണെങ്കിൽ അങ്ങനെ, മ്യൂസിക്കൽ ആണെങ്കിൽ അങ്ങനെ, പല ടൈപ്പ് ആളുകളുണ്ട്. ഈ ടൈപ്പിലൂടെയൊക്കെ ആളുകളെ നമുക്ക് സ്വാധീനിക്കാനൊക്കെ പറ്റും. പക്ഷെ വെൽ സ്റ്റഡീഡ് ആയിട്ട് ആളുകളെ എങ്ങനെ നിരീക്ഷിച്ച് നമുക്ക് ശരീരഭാഷാ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ഒന്നുമില്ല കേട്ടോ. ശരീരഭാഷക്കാരുടെ നിയമങ്ങളൊന്നുമില്ല. ഓരോ കാര്യത്തിനും ഓരോ രീതിയാണ്. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ബോഡി ലാംഗ്വേജ് നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ അത് ഈ പറയുന്ന പോലെ എത്ര പറഞ്ഞാലും അത് നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മളിപ്പോൾ എത്രയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് എന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ബോഡി ലാംഗ്വേജിലേക്ക് നമ്മൾ മാറും. അടിസ്ഥാനപരമായിട്ട് 2 കാര്യങ്ങളേ ഉള്ളൂ, അടഞ്ഞത് തുറന്നത്. അടഞ്ഞ മനസ്സ്, തുറന്ന മനസ്സ്. അടഞ്ഞ ശരീരഭാഷ, തുറന്ന ശരീരഭാഷ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? സിമ്പിൾ ആണ് കാര്യം. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അടഞ്ഞ മനസ്സോ അടഞ്ഞ ശരീരഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ വലിയ ഒരു തികഞ്ഞ പരാജയമായിരിക്കും. അതേസമയം നമ്മൾ തുറന്ന മനസ്സോടെ നമ്മൾ പറയുന്നില്ല. എന്താ, മനസ്സിങ്ങനെ തുറന്നു നോക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലേക്ക് തുറക്കുന്ന ജാലകമാണ് ശരീരഭാഷ എന്ന് പറയാം. മനസ്സിലേക്ക് തുറക്കുന്ന ജാലകമാണ് ശരീരഭാഷ. പറഞ്ഞത് ഷേക്സ്പിയറാണ്, ചെറിയ കാര്യമല്ല. അപ്പം അടഞ്ഞ ശരീരഭാഷയ്ക്ക് പകരം തുറന്ന സമീപനം, തുറന്ന ശരീരഭാഷ. കൈകൾ ഇങ്ങനെ തുറന്നിരിക്കും, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാ പറയുക. പണ്ട് ഈ കൈകളെ കുറിച്ച് പറയുമ്പോൾ ഹസ്തദാനം രൂപപ്പെട്ടതിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആളുകളൊക്കെ ഈ അതിപുരാതന കാലത്ത് പ്രാചീന മനുഷ്യരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കാനായി കൈ ഉയർത്തി കാണിക്കും. കയ്യിൽ ആയുധമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് അടുത്ത് പരിശോധിക്കും, ഈ കൈയുടെ ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോന്ന്, ഇതിനിടയ്ക്ക് വല്ല ആയുധങ്ങളോ വല്ല ആണിയോ അല്ലെങ്കിൽ കല്ലോ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കും. അപ്പൊ അത് പരിശോധിക്കാനായിട്ട് വന്നിട്ട് ആൾക്കാർ കൈയൊക്കെ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ നോക്കി പരസ്പരം കൈകൾ തമ്മിൽ ടച്ച് ചെയ്ത് അതിങ്ങനെ രൂപാന്തരപ്പെട്ട് ഹസ്തദാനമായി മാറി. ഓക്കെയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് അവിടെ ഇരിക്കുന്ന ആളെ അറിയിക്കും, ഒരു കുഴപ്പമില്ലാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, യൂറോപ്പിൽ അത് ആദ്യം തുടങ്ങുന്നത്. ഓരോ സംസ്കാരത്തിലും വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അടഞ്ഞ ശരീരഭാഷ എന്നത് ആളുകളോട് പരസ്പര
ആശയവിനിമയത്തിനിടയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. അപ്പൊ തുറന്ന സമീപനം രീതി സ്വീകരിക്കുക. നമ്മളെ തന്നെ നമ്മളൊന്ന് അസസ് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? എൻ്റെ ശരീരഭാഷ അടഞ്ഞതാണോ തുറന്നതാണോ? ആ തുറന്ന സമീപനം അപ്പം ഉണ്ടാവും. തുറന്നതാവാൻ ശ്രമിക്കുമ്പോൾ പതുക്കെ നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ മാറുന്നത് കാണാം. ഇതാണ് ശരീരഭാഷയിലെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ബോഡി ലാംഗ്വേജ് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിനെ. അപ്പം ഇന്ന് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എനിക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നന്നായിട്ട് സംസാരിച്ച് ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്ന കുറച്ച് മാനിപ്പുലേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് റോബിൻ ജിയായിട്ട് സംസാരിക്കാം.